എൻ്റെ പേര് ട്രീസ. ഞാൻ വായ്പരുന്ന് നിന്നിരുന്നു. കഴിഞ്ഞ ആദ്യത്തെ ടൈമിൽ ഞാൻ കോളേജിൽ +2 കഴിഞ്ഞിട്ട് ആദ്യത്തെ സമയത്ത് ഡിഗ്രിക്ക് പോകാൻ വേണ്ടി ഞാൻ റിസപ്ഷൻ കോളേജിൽ ചേർന്നു. അന്നേരം എനിക്ക് GTC ഗവൺമെൻറ് കിട്ടിയോണ്ട് ഞാൻ അങ്ങോട്ട് പോയി. വീണ്ടും GTC പൂർത്തിയാക്കാൻ ഒരു ടൈമിൽ ഒരു പേപ്പർ കിട്ടാനുണ്ടായിരുന്നു. അത് ഈ അടുത്ത ഇടയ്ക്കാണ് ദൈവാനുഗ്രഹത്തെ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇത് TTC കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഡിഗ്രിക്ക് ചേരണം, ഉയർന്ന തലത്തിൽ പഠിപ്പിക്കണം എന്നുള്ള മോഹം കൊണ്ട് മറ്റുള്ളവരുടെ പ്രചോദനം നിമിത്തം ഞാൻ ചേരാൻ വേണ്ടി ആഗ്രഹിക്കുക. അന്നേരം ആ വർഷത്തെ മാത്രം സെമസ്റ്ററുകളായിട്ടാണ് അതിൽ 6 മാസം മാത്രമേ എനിക്ക് പോയി പങ്കെടുത്ത് പരീക്ഷയിൽ വിജയിക്കാൻ സാധിച്ചുള്ളൂ. പിന്നീടാകട്ടെ രോഗങ്ങളും അസ്വസ്ഥതകളും കാരണം ഞാൻ 2-3 വർഷത്തോളം ഒന്നും പോകാതെ ഞാൻ വീട്ടിലിരുന്നു, മരുന്ന് മാത്രം. എന്നാൽ അപ്പോഴും എനിക്ക് എൻ്റെ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ നിന്നോട് ചോദിച്ചതാണല്ലോ നീ എനിക്ക് തന്നത്. എന്നിട്ടും നെഗറ്റീവായ ചിന്തകൾ മാത്രമാണ് എന്നിലേക്ക് വന്നത്. എന്നെ ഉയർത്തും എന്നൊരു എന്നാലും അതിന് ശക്തമായിട്ട് ഞാൻ നെഗറ്റീവ് ചിന്തയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്നെ പല നമ്മുടെ ഈ ബിസിനസ്സിനെ വന്ന് കാണിക്കുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായി ഒത്തിരി അസ്വസ്ഥതകൾ കുറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാട്ടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ആശംസയിൽ തന്നെ ചേരാൻ വേണ്ടി അല്ലെങ്കിൽ ജാലകത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും കോളേജുകളിൽ ഡിഗ്രിക്ക് ചേരാമെന്നുള്ള വാശിയോടെന്ന പോലെ പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടന്നപ്പം എനിക്ക് അസംഷൻ ചെന്നപ്പം വീണ്ടും നിനക്ക് ഒരു പ്രാക്ടിക്കലുള്ള ഒരു വിഷയം തരികയില്ല, അത് എനിക്ക് പാടാണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. എന്നാലും ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിടാതെ യേശുനാഥനിൽ പരിശുദ്ധ അമ്മേനെ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 2 അലോട്ട്മെന്റ് വന്നപ്പോഴും ഇല്ല. 3ാമത്തെ അലോട്ട്മെന്റിൽ നോക്കിയില്ല. എന്നാൽ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെന്ന് പ്രിൻസിപ്പളിനോട് ചോദിച്ചു എനിക്ക് എൻ്റെ കാര്യം എന്തായി. പ്രിൻസിപ്പളിനോട് അങ്ങനെ ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു അവിടെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നപ്പം പറഞ്ഞു അങ്ങനെ എനിക്ക് അവിടെ കിട്ടുകയുണ്ട്. യേശുവേ നീ നിന്റെ പരിശുദ്ധ അമ്മയുടെയും വിമലഹൃദയത്തിന്റെ പ്രതിഷ്ഠ ഈ പിറവി തിരുനാളിൽ തന്നെ എനിക്ക് അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക്, അതോടൊപ്പം പിതാവായ ദൈവത്തിനും ഏക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ എളിയ വാക്കുകളിൽ നന്ദി പറയുന്നു. നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ മകൾക്ക് അസംഷനിൽ ഡിഗ്രി പഠിക്കാൻ വേണ്ടി ചേർന്നുവെങ്കിലും 2-3 വർഷത്തെ ഗ്യാപ്പ് വന്നു. പിന്നീട് പോകാൻ വീണ്ടും ആഗ്രഹിച്ചു. പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവൾ പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി കർത്താവിനോട് കൂടെ പ്രാർത്ഥിച്ച് അമ്മയുടെ മധ്യസ്ഥം തേടി അസംഷനിൽ അവർക്ക് PCക്ക് അവൾ ചോദിച്ച അതേ വിഷയത്തിൽ പഠിക്കാനായിട്ട് ദൈവം അനുവദിച്ചു. അസാധ്യമെന്ന് പലരും അവിടെ നിനക്ക് ഒരു കാരണവശാൽ അഡ്മിഷൻ തരികയില്ലെന്നൊക്കെ പൊയ്ക്കൊള്ളുക എന്നൊക്കെ തള്ളി പറഞ്ഞതാണ് കോളേജിൽ നിന്ന് പോലും. എങ്കിലും അവൾ മുട്ടിപ്പായി നിലവിളിച്ചു, അഡ്മിഷൻ കിട്ടി. ആ മകൾക്ക് ഡിഗ്രി പൂർത്തിയാക്കാനായിട്ട് ദൈവം അവളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ആ നിഷ്കളങ്ക ഹൃദയത്തെ കൂടുതൽ കർത്താവ് ഉയർത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രോഗവും പീഡകളും ഒന്നും ഈ പഠനകാലത്ത് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്ക ഹൃദയത്തോടെ ദിവ്യകാരുണ്യ യേശുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈ മകളെയും ആ മകളെപ്പോലുള്ള എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ.